പെസഹ വ്യാഴം, ബാലപീഡനം, ദുഃഖവെള്ളി, പോക്സോ കേസ്, ഉയർപ്പ് ദിനം, അറസ്റ്റ്. ഇക്കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച പ്രായപൂർത്തിയാകാത്ത 10 വയസ്സുകാരനായ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് ദുഃഖവെള്ളിയാഴ്ച പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കത്തോലിക്കാ സഭയുടെ എറണാകുളം അങ്കമാലി ആവാസ രൂപതയിലെ പീഡോഫിലിയ ക്രിമിനൽ പാതിരി ഇക്കഴിഞ്ഞ ഉയർപ്പ് ദിനം അറസ്റ്റിലായി, റിമാൻഡിലായി, ജയിലിലായി. ആഗോള കട്ട് ഊളിക്കാ ചവയ്ക്ക് അപമാനിക്കുവാൻ ഇതിൽ പരം വേറെ എന്തു വേണം? പറവൂർ ചേന്ദമംഗലം പാലത്തൂരിൽ ജോസഫ് കൊടിയൻ എന്ന ഈ 67-കാരനായ ഞരമ്പ് രോഗിയായ പാതിരിയാണ് ബാലപീഡനത്തിന് പോക്സോ കേസ് പ്രകാരം അകത്തായത്. ഉയർപ്പ് ദിനത്തിൽ തന്നെ ഒളിവിൽ പോയ ഈ ആഭാസൻ പാതിരിയെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ പൊക്കി മെഡിക്കൽ എടുക്കുവാൻ കൊണ്ടുപോവുകയും തുടർന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇവിടുത്തെ ഒരൊറ്റ മുഖ്യധാരാ മാപ്രകൾ ഇതൊന്നും വാർത്തയാക്കിയില്ല, കണ്ടില്ല. ഈ ദൃശ്യങ്ങൾ പകർത്തിയതുമില്ല. കത്തോലിക്കാ സഭ കോടികൾ വാരിയെറിഞ്ഞാണ് ഈ വാർത്ത മുക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ പരമാവധി ഈ മുക്കുവാൻ ശ്രമിച്ച വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. പെസഹാ ദിനത്തിൽ തൻ്റെ ഹൃദയം നുറങ്ങി ഞാൻ വരുന്നതുവരെയും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ കത്തോലിക്കയിലെ ഈ പാതിരി മനസ്സിലാക്കിയത് ഇപ്രകാരമാണോ? കുമ്പസാരവും ലൈംഗിക പരാക്രമവും ഒരുപോലെ ഒരേ സമയം ചെയ്യുന്ന കത്തോലിക്ക പാതിരി ജോസഫ് കൊടിയൻ, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ കണ്ടാൽ സമനില തെറ്റുന്ന ഈ കൊടിയ പീഡോഫിലിയ ക്രിമിനൽ, 67-കാരനായ ലോഹയിട്ട ഈ ഞരമ്പ് രോഗി നിരവധി ആൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ടെങ്കിലും പോക്സോ കേസിൽ പ്രതിയായത് 2 തവണ മാത്രം. വിശുദ്ധ ബലിപീഠം എന്ന് ഇവന്മാർ അവകാശപ്പെടുന്ന ആൾത്താരയിൽ വെച്ച് തന്നെ ഈ ഞരമ്പ് രോഗി നിരവധി ബാലന്മാരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിലും പല മാതാപിതാക്കളും നാണക്കേട് ഭയന്ന് അതെല്ലാം ഒളിച്ചുവെച്ചു. ഇപ്പോൾ ഈ പീഡോഫിലിയ പാതിരിക്ക് അതൊരു ധൈര്യമായി. ഇയാൾ ഈ 67-ാം വയസ്സിലും ഈ പണി നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ പിടിയിലായിരിക്കുകയാണ്. പള്ളിയിൽ കർട്ടനിട്ട് രഹസ്യങ്ങളുടെ ആഘോഷം എന്നും പറഞ്ഞ് നിങ്ങൾ കയ്യും കൂപ്പി മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ മുണ്ണക്കുഞ്ഞുങ്ങളെ, ഈ ജോസഫ് കൊടിയനെ പോലെയുള്ള ഞരമ്പ് രോഗികൾ അകത്ത് എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക ഇനിയെങ്കിലും. ബാലപീഡനത്തിന് പോക്സോ കേസ് പ്രകാരമുള്ള ആദ്യ അറസ്റ്റ് 2022 ഓഗസ്റ്റ് 13 എറണാകുളം സെയിന്റ് തോമസ് ഇടമ്പാടം വരാപ്പുഴയിൽ ഇയാൾ വികാരിയായിരുന്ന സമയത്ത് പള്ളിമുറിയിൽ ഭക്ഷണം കൊണ്ടുവന്ന 10 വയസ്സുകാരനെ പീഡിപ്പിച്ചതിനായിരുന്നു. എറണാകുളം റൂറൽ പോലീസ് ആയിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അകത്തിട്ടത്. ആ കേസ് അന്ന് തന്നെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചെങ്കിലും ITV ന്യൂസ് ഈ പാതിരിയുടെ പടമടക്കം പുറത്തുവിട്ടു, വാർത്ത നൽകി. ഒടുവിൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ടായി. ഒടുവിൽ ഞരമ്പ് പാതിരി ജയിലിലുമായി. ഒടുക്കം സഭ ഇടപെട്ട് ഈ പീഡോഫിലിയ ക്രിമിനലിനെ കേസ് അട്ടിമറിച്ചു വീണ്ടും കുർബാന കളിക്കാനും അതിനിടയ്ക്ക് ബാലപീഡനത്തിനും അവസരമുണ്ടാക്കി പുതിയ പള്ളിയിലേക്ക് സ്ഥലം മാറ്റി. ക്രിസ്തുവിനെ അപമാനിക്കുന്ന ഇവന്മാരുടെ ഈ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് പോകരുത്, നിന്റെ ഭവനത്തിൽ ഇരുന്ന് കുടുംബസമേതം ദൈവത്തെ വിളിക്കുവാൻ മൈ ചർച്ച് ഇതുകൊണ്ടാണ് പറയുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. തൃശൂർ കൊരട്ടി കോനൂർ സെയിന്റ് ജോസഫ് പള്ളി വികാരിയായി തുടരവെയായിരുന്നു 2ാമത്തെ പോക്സോ കേസിനാസ്പദമായ പീഡനം നടന്നത്. ഇക്കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച കിടപ്പ് രോഗികളായ വൃദ്ധദമ്പതികളെ കുമ്പസാരിപ്പിക്കുവാൻ പോയ വീട്ടിൽ 10 വയസ്സുള്ള ആൺകുട്ടിയല്ലാതെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഞരമ്പ് രോഗി കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. ഇവൻ്റെ പേര് നോക്കിയാട്ടെ, ജോസഫ്. വൈകിട്ട് മാതാപിതാക്കൾ വന്നപ്പോൾ ശാരീരിക അസ്വസ്ഥത കലശലായ കുട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് കൊരട്ടി പോലീസിലും പള്ളിയിലും പരാതി നൽകുകയായിരുന്നു മാതാപിതാക്കൾ. പാതാള ഗോപുരങ്ങൾ ജയിക്കുന്ന ഈ പൈശാചിക പ്രസ്ഥാനങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് വിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയുക. ഇത്തവണയും പോലീസിന്
സഭയുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായത് എങ്കിലും കൊരട്ടി പോലീസ് അതൊന്നും വകവെക്കാതെ ഈ പീഡോഫിലിയ ക്രിമിനലിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു. അതും കർത്താവിൻ്റെ ഉയർപ്പ് ദിനത്തിൽ. സഭ കുട്ടിയുടെ മാതാപിതാക്കളെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിപ്പിക്കുവാനുള്ള ശ്രമവും ഒരു വശത്ത് തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. സഭയുടെ FCRA അക്കൗണ്ടുകൾ വഴി വരുന്ന കള്ളപ്പണം കൊണ്ട് അണ്ടിപ്പരിപ്പും വൈനുമടിച്ച് കൊഴുപ്പ് എല്ലിനടിയിൽ കയറിയാണ് ഇതുപോലെയുള്ള ആഭാസൻ പാതിരിമാർ ബാലികാ പീഡനങ്ങൾ നടത്തുന്നത്. അച്ഛനാണ് പിതാക്കന്മാരാണ് എന്നും പറഞ്ഞ് വിത്തുകാളുകളെ പോലെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന ഈ മോന്മാരെ പിടിച്ച വിശ്വാസികൾ വരിയുടച്ചില്ല എങ്കിൽ ഇവന്മാർ നിങ്ങളുടെ ഭവനങ്ങളിൽ കയറി വിതയ്ക്കുന്ന വിത്തുകളെ നിങ്ങൾ പോറ്റി വളർത്തി ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആക്കേണ്ടുന്ന ഗതികേട് മൊണ്ണ അച്ചായന്മാർക്കുണ്ടാകും എന്ന് ഇനിയെങ്കിലും ദയവായി നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കൂതാശക്കുർവാന തൊപ്പിത്തൊഴിലാളി മോന്മാരെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള വിവേകമെങ്കിലും ഉണ്ണക്കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. ഇവന്മാർ നിങ്ങളെ സ്വർഗരാജ്യത്തിൽ വിടുവാൻ ശ്രമിക്കുമ്പോൾ ആൺപിള്ളാരുടെ നിക്കറിനകത്ത് സ്വർഗരാജ്യം തപ്പുവാൻ ഇറങ്ങുന്ന ഈ മോന്മാർ സാത്താന്റെ പിതാക്കന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വീട്ടിലും നാട്ടിലും കൊള്ളാത്ത പീഡോഫീലിയ ക്രിമിനലുകളായ ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡറുള്ള ഇവന്മാരെയൊക്കെയാണ് പലപ്പോഴും തലക്കൊഴിഞ്ഞ് വീട്ടുകാർ ഒടുങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് സെമിനാരികളിലേക്ക് വിടുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അവിടെയുള്ള സ്വർഗഭോഗികളായ പാതിരികളുടെ കയ്യിൽ നിന്നും ഇവന്മാർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ശേഷം സകല മ്ലേച്ഛതകളും പഠിക്കുന്ന ഇവന്മാർ പിന്നെ എങ്ങനെ നന്നാകും എന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്വർഗഭോഗിയായ ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികന്റെ ഭാര്യ കോടതിയിൽ ശരണം പ്രാപിച്ചപ്പോൾ ഈ പാതിരി പറയുന്നത്, എന്നെ ഈ പണിയെല്ലാം പഠിപ്പിച്ചത് ഞങ്ങളുടെ മെത്രാൻ ആണ് എന്നാണ്. കുണ്ട്രപ്പണിക്കർ എന്നറിയപ്പെടുന്ന ഈ മെത്രാൻ അടുത്ത തോലിക്കയാകുവാൻ ഇപ്പോൾ അംശപടിയും കൂർപ്പിച്ച് നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള 50-ലധികം കേസുകൾ ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. സംശയമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങളത് നിങ്ങളുമായി പങ്കുവെക്കാം. അതുകൊണ്ട് ഉണ്ണകളായ വിശ്വാസികളോട് പറയുവാനുള്ളത്, ഈ മോന്മാരെ ദയവായി അടുപ്പിക്കരുത്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവന്മാർക്ക് ഇത്തരം കിണ്ടിപ്പൂട്ടിട്ട് പുറത്തിറക്കാവൂ എന്ന്. കൂടാതെ ഇവന്മാരുടെ കൈകളിലും അരകളിലും പോരാത്തതിന് കഴുത്തിലും മണി കെട്ടിയിടണം. എന്തൊക്കെ കോപ്രായം കെട്ടിയാണ് ഇവന്മാർ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കെട്ടിയിടുവന്മാർക്ക് നാണവും മാനവും ഒന്നും ഉണ്ടാകാനിടയില്ല. കൂട്ടമണി അടിക്കുമ്പോഴെങ്കിലും മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ബോധം വെക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ള മോന്മാർ കേൾക്കട്ടെ. അല്ലാത്തവന്മാർ പോയി 8ന്റെ പണി മേടിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.